സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഇനി ഒ ടി ടിയിലേക്ക് എപ്പോഴാണ് വരുന്നത് എന്നതാണ് ഇന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന കാര്യം. മിക്ക സിനിമകളും ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എത്താറുണ്ട്. പക്ഷേ ചില സിനിമകൾ അങ്ങനെയല്ല. വലിയ ഹൈപ്പോടെ റിലീസ് ചെയ്യും, വലിയ താരനിരയും വൻ ബജറ്റും ഉണ്ടാകും. എന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലും കാണാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഈ സിനിമകൾ ഒ ടി ടിയിൽ എത്താത്തത്? ഇന്ന് അത്തരത്തിൽ ഇപ്പോഴും ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്ന ചില മലയാള സിനിമകളെയും അതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെയുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം പറയാനുള്ളത് ദിലീപിൻ്റെ ബാന്ദ്രയാണ്. രാംലീല എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അരുൺ ഗോപിയും ദിലീപും വീണ്ടും ഒന്നിച്ച സിനിമ. അതോടൊപ്പം തമന്നയുടെ മലയാള അരങ്ങേറ്റം കൂടിയായതുകൊണ്ട് റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന് വലിയ ഹൈപ്പായിരുന്നു. എന്നാൽ റിലീസ് ദിവസം തന്നെ വന്ന നെഗറ്റീവ് റിവ്യൂകൾ സിനിമയെ കാര്യമായി ബാധിച്ചു. പ്രത്യേകിച്ച് ഉദയകൃഷ്ണയുടെ ക്ലീശേ തിരക്കഥയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. പിന്നീട് ആമസോൺ പ്രൈമിലും ജിയോ ഹോട്ട്സ്റ്റാറിലുമൊക്കെ ചിത്രം എത്തുമെന്ന രീതിയിൽ പല വാർത്തകളും വന്നിരുന്നു. പക്ഷേ ഇന്നുവരെ അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അതിനു പിന്നിലെ പ്രധാന കാരണം ബോക്സ് ഓഫീസ് പരാജയമാണ്. തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ട ചിത്രങ്ങൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സാധാരണയായി വളരെ കുറഞ്ഞ തുകയാണ് ഓഫർ ചെയ്യുന്നത്. എന്നാൽ നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്ന തുകയും ഒ ടി ടി കമ്പനികൾ ഓഫർ ചെയ്യുന്ന തുകയും തമ്മിലുള്ള വലിയ അന്തരമാണ് ബാന്ദ്ര ഇപ്പോഴും ഒ ടി ടിക്ക് പുറത്തു നീക്കാനുള്ള പ്രധാന കാരണം. അടുത്തത് ബസൂക്ക. മലയാള സിനിമയിലെ ഏറ്റവും സ്റ്റൈലിഷ് ഗെയിം ത്രില്ലർ എന്ന ലേബലിലാണ് ചിത്രം എത്തിയത്. പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഇത്. തിയേറ്ററിൽ മികച്ച വിഷ്വൽ അനുഭവം നൽകിയ സിനിമയാണെങ്കിലും ഇതിൻ്റെ ഒ ടി ടി റിലീസ് ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. ഇതിന് പിന്നിൽ പറയപ്പെടുന്ന പ്രധാന കാരണം ഡിജിറ്റൽ റൈറ്റ്സ് കരാറുകളിലെ സങ്കീർണതകളാണ്. സോണി ലിവ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലുള്ള കമ്പനികളുമായി ഉണ്ടായിരുന്ന പ്രീ റിലീസ് കരാറുകളും ഇപ്പോൾ ഒ ടി ടി കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്ന തിയേറ്റർ പെർഫോമൻസ് വിലയിരുത്തിയ ശേഷം മാത്രം ബാക്കി തുക നൽകുക എന്ന പുതിയ നയവുമാണ് ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റിലീസ് വൈകാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തതായി വീണ്ടും ദിലീപിൻ്റെ മറ്റൊരു സിനിമ തങ്കമണി. 1986 ഇടുക്കിയിലെ തങ്കമണിയിൽ നടന്ന യഥാർത്ഥ പോലീസ് അതിക്രമത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണിത്. ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് സംവിധാനം ചെയ്തതുകൊണ്ട് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിലെത്തിയപ്പോൾ ചിത്രം ഒരു ഔട്ട്ഡേറ്റഡ് മെലോ ഡ്രാമയായി മാറുകയായിരുന്നു. തിയേറ്ററിൽ കനത്ത പരാജയം നേരിട്ടതോടെ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും പോലുള്ള പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഈ ചിത്രം ഏറ്റെടുക്കാൻ താല്പര്യം കാണിച്ചില്ല. സൈന പ്ലേ പോലുള്ള പ്രാദേശിക പ്ലാറ്റ്ഫോമുകളുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ധാരണയാകാത്തതിനാൽ റിലീസ് വീണ്ടും നീളുകയാണ്. ഇനി പൃഥ്വിരാജിൻ്റെ വിലായത് ബുത്ത. അന്തരിച്ച സംവിധായകൻ സച്ചി ഒരുക്കാനിരുന്ന ഈ സിനിമ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ജയൻ നമ്പ്യാർ പൂർത്തിയാക്കുകയായിരുന്നു. മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിൽ ഡബിൾ മോഹനൻ എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ബോക്സ് ഓഫീസ് വിജയം നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ വരാനിരിക്കുന്ന വലിയ പ്രോജക്റ്റായ ഖലീഫയുടെ സാറ്റലൈറ്റ് ഡിജിറ്റൽ പാക്കേജിനൊപ്പം വിലായത് ബുത്തയെയും ഉൾപ്പെടുത്തി വിൽക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ഈ സിനിമയെ മാത്രം വാങ്ങാൻ ഒ ടി ടി കമ്പനികൾ വലിയ തുക നൽകാൻ തയ്യാറല്ല. അടുത്തത് നിവിൻ പോളിയുടെ ബോസ് ആൻഡ് ഗോ. മിഖേലിന് ശേഷം കനീഫ് അദേനിയും നിവിൻ പോളിയും വീണ്ടും ഒന്നിച്ച പക്ക കോമഡി ത്രില്ലർ. യു എയിൽ വൻ ചെലവിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നിട്ടും ഓണം റിലീസ് എത്തിയിട്ടും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. നിവിൻ പോളിയുടെ തുടർച്ചയായ പരാജയങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിലെ ബിസിനസ് വാല്യൂവിനെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ നിർമ്മാണ ചെലവിൻ്റെ പകുതി പോലും ഒ ടി ടി കമ്പനികൾ ഓഫർ ചെയ്യുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തത് ഷെയ്ൻ നിഗത്തിൻ്റെ ബർമുഡ. റിലീസിന് മുമ്പ് ഏറെ ശ്രദ്ധ നേടിയ സിനിമകളിലൊന്നായിരുന്നു ഇത്. വലിയ പുതുമയില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണെന്നാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം. സോണി ലിവ് അല്ലെങ്കിൽ സൈന പ്ലേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. അടുത്തതായി ഭാവനയുടെ തിരിച്ചുവരവായി ശ്രദ്ധ നേടിയ അനോമി. മലയാളത്തിൽ അധികം പരീക്ഷിക്കാത്ത ഹൈ കോൺസെപ്റ്റ് സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു ഈ ചിത്രം. ബോളിവുഡിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് ചിത്രത്തിൻ്റെ നിർമ്മാണത്തിലും വിതരണത്തിലും പങ്കാളികളായിരുന്നു. എന്നാൽ തിയേറ്ററിലെ പരാജയം ഡിജിറ്റൽ ബിസിനസ്സിനെയും ബാധിച്ചു. ഭാവനയുടെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയും ഈ ചിത്രത്തിൻ്റെ ഭാഗമായതിനാൽ മികച്ച തുക ലഭിച്ചാൽ മാത്രമേ ഡിജിറ്റൽ റൈറ്റ്സ് കൈമാറൂ എന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ. എന്നാൽ ഒ ടി ടി കമ്പനികൾ ഓഫർ ചെയ്യുന്ന തുകയും നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്ന തുകയും തമ്മിൽ ഇപ്പോഴും ധാരണയില്ലാത്തതിനാലാണ് ചിത്രം ഒ ടി ടിയിൽ എത്താത്തത്. അടുത്തത് പള്ളിച്ചട്ടമ്പി. ഈ ചിത്രത്തിൻ്റെ കാര്യത്തിൽ പ്രീ റിലീസ് ബിസിനസ് കരാറുകളിൽ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം തിയേറ്റർ പ്രകടനം നോക്കി ഒ ടി ടി കരാർ തീരുമാനിക്കാമെന്ന നിലപാടിലേക്കാണ് നിർമ്മാതാക്കൾ മാറിയത്. പക്ഷേ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ബോക്സ് ഓഫീസ് വിജയം ലഭിച്ചില്ല.
മിക്സഡ് പ്രതികരണങ്ങളും ചിത്രത്തെ ബാധിച്ചു. ടോവിനോയുടെ വലിയ പ്രോജക്റ്റ് ആയിരുന്നിട്ടും നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്ന തുകയും നെറ്റ്ഫ്ലിക്സ്, പ്രൈം പോലുള്ള OTT പ്ലാറ്റ്ഫോമുകൾ ഓഫർ ചെയ്യുന്ന തുകയും തമ്മിലുള്ള വലിയ അന്തരമാണ് ഈ ചിത്രം ഇന്നും OTTയിൽ എത്താത്തതിന് പിന്നിലെ പ്രധാന കാരണം. ഈ ലിസ്റ്റിലെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് ചിത്രം മോഹൻലാലിൻ്റെ വൃഷഭ. ഏക്ത കപൂറിന്റെ നേതൃത്വത്തിൽ 200 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച ഈ ചിത്രം റിലീസിന് മുമ്പേ OTT മാർക്കറ്റിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ OTT കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നയം, അതായത് തിയേറ്റർ പെർഫോമൻസ് വിലയിരുത്തിയ ശേഷമേ അന്തിമ തുക നൽകൂ എന്ന തീരുമാനം ഈ സിനിമയെയും ബാധിച്ചു. 100 കോടിയിലധികം രൂപയുടെ ഡിജിറ്റൽ റൈസ് ചർച്ചകളാണ് ഇപ്പോഴും നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ചിത്രം OTTയിൽ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവസാനമായി ആശാൻ, ഗപ്പി, അമ്പിളി എന്നീ സിനിമകൾക്ക് ശേഷം ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ചിത്രം. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന്റെ അസോസിയേഷനോടെയാണ് സിനിമ പുറത്തിറങ്ങിയത്. റിലീസിന് മുമ്പ് തന്നെ പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ ഡിജിറ്റൽ റൈസിനായി താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പ്രീ റിലീസ് കരാർ ഉറപ്പിക്കാതെ തിയേറ്റർ റിലീസിന് ശേഷം നോക്കാമെന്ന തീരുമാനമാണ് പിന്നീട് തിരിച്ചടിയായത്. സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ബോക്സ് ഓഫീസ് വിജയം ലഭിച്ചില്ല. അതോടെ OTT കമ്പനികൾ ഓഫർ ചെയ്ത തുകയും കുറഞ്ഞു. നിർമ്മാതാക്കൾ പ്രതീക്ഷിച്ച തുകയും OTT പ്ലാറ്റ്ഫോമുകൾ നൽകിയ ഓഫറും തമ്മിൽ ധാരണയിലെത്താത്തതാണ് ആശാൻ ഇന്നും OTTയിൽ എത്താത്തതിൻ്റെ പ്രധാന കാരണം. മലയാള സിനിമ ഇന്ന് ലോകമെമ്പാടും വലിയ സ്വീകാര്യത നേടിയെങ്കിലും OTT ബിസിനസിൻ്റെ പുതിയ നിബന്ധനകൾ പല സിനിമകളുടെയും ഡിജിറ്റൽ റിലീസിനെ സാരമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടാത്ത സിനിമകൾക്ക് ഇന്ന് OTT മാർക്കറ്റിൽ പഴയതുപോലെ വലിയ വിലയൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ലിസ്റ്റിൽ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ OTTയിൽ കാണാൻ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇതുകൂടാതെ OTTയിൽ ഇതുവരെ എത്താത്ത മറ്റ് മലയാള സിനിമകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവയും കമൻറ്റിൽ പങ്കുവയ്ക്കാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.